കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്നതാണോ, മണവാട്ടിയായിരിക്കുന്നതാണോ, ഏതാണ് കൂടുതൽ ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനം, ഏതാണ് കൂടുതൽ ഉറപ്പുള്ളതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധം? ഈ കാര്യത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ല, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്നത് അനേകർക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസത്തിലേക്ക് വന്ന കാലം മുതലോ അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയ കാലം മുതലോ എല്ലാവരുടെയും മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന ഒരു അചഞ്ചലമായിരിക്കുന്ന വിശ്വാസമാണ് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്നുള്ളത്. ധാരാളം പാട്ടുകാർ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നും പറഞ്ഞ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രസംഗകരെല്ലാം തന്നെ ആ ഒരു അർത്ഥം ധ്വനിപ്പിക്കുന്ന വിധത്തിലാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ കേട്ട് പഠിച്ചവരോടിനി സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ലാതെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനുഷ്യർക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും, അംഗീകരിക്കാനായിട്ട് പറ്റും? തന്നെയല്ല, രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, തലയും ശരീരവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴമായ ബന്ധം ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാട് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിനുണ്ട്. ശിരസ്സും ശരീരവുമായിട്ടുള്ള ബന്ധത്തെക്കാളും ആഴവും സുദൃഢവും ശക്തവുമായിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധമാണെന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുകയാണ്. ഇങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ല, ശരീരമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനായിട്ട് പറ്റാത്തത്. ഇനി ഞാൻ ഓർക്കുന്നത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസാണല്ലോ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞത്. ഇനി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്നെ ഇന്ന് എഴുന്നേറ്റ് വന്ന് നിങ്ങളീ പഠിപ്പിക്കുന്ന മാതിരി മണവാട്ടിയല്ല, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് ഇവരോട് പറഞ്ഞാലും ഇവർ വിശ്വസിക്കുകയില്ല, അംഗീകരിക്കുകയില്ല. കാരണം അത്രത്തോളം അത് ആഴമായി അരക്കിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് ഭൂമിയിൽ രണ്ട് വിധമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. അതായത് രണ്ട് വിധമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, രണ്ട് ഗണം, രണ്ട് കൂട്ടം, രണ്ട് ദൈവിക പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് ദൈവവചനം പഠിക്കുമ്പോഴാണ് ഈ പുതിയ നിയമസഭ എന്ന് പറയുന്നത് ശരീരമാണോ മണവാട്ടിയാണോ എന്നുള്ളത് തരംതിരിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ മുഴുവൻ ബൈബിളും നമുക്കുള്ളത്, എല്ലാ ഉപദേശവും നമ്മളോട്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മണവാട്ടിയും നമ്മൾ, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ശരീരവും നമ്മൾ എന്ന് വിശ്വസിക്കുന്നതായിരിക്കുന്ന ആൾക്കാരെ തിരുത്തുക എന്നുള്ളത് വളരെ വളരെ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ ദൈവവചനം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും സത്യം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതായിരിക്കുന്ന ഒരു 2-3 വീഡിയോകൾ, സഭ മണവാട്ടിയാണോ അതെയോ ശരീരമാണോ എന്നുള്ളതായിരിക്കുന്ന ഏത് സ്ഥാനമാണ് കൂടുതൽ ദൈവികമായിട്ട് ശ്രേഷ്ഠമായിരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന 2-3 വീഡിയോകൾ വരും. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾ വിധി എഴുതിക്കോളൂ. ഇനി അത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മണവാട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളൂ, എനിക്കത് വിരോധമില്ല. പക്ഷെ ഒന്ന് കേൾക്കാൻ മനസ്സ് വയ്ക്കൂ. ഞാൻ അപേക്ഷിക്കുകയാണ്, ഒന്ന് ഇത് തിരിച്ച് അറിയുക, മനസ്സിലാക്കുക എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് ഭൂമിയിൽ രണ്ട് വിധമായിരിക്കുന്ന പദ്ധതികളുണ്ട്, രണ്ട് വിധമായിരിക്കുന്ന തിരഞ്ഞെടുപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, യഹൂദൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ജാതിയാണ്, ഒരു ജനതയാണ്. ഇവരെയാണ് ആദ്യമായിട്ട് ഭൂമിയിൽ ദൈവം തനിക്ക് വേണ്ടി ഒരു സമൂഹമായി വേർതിരിച്ചതും വിളിച്ചതും എന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹൂദൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആ ജനത, ആ ജാതി, ഇന്നത്തെ ഇസ്രായേലിയ ജാതി, യഹൂദൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, 12 ഗോത്രങ്ങൾ അടങ്ങുന്നതായിരിക്കുന്ന ആ ഇസ്രായേലിയ ജനത, അതാണ് ദൈവത്തിൻ്റെ പ്രഥമമായിരിക്കുന്ന പദ്ധതിയും പരിപാടിയും എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ഞാൻ ആവർത്തന പുസ്തകത്തിൽ നിന്നൊരു 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, നിങ്ങളെയോ ഇന്നുള്ളതുപോലെ, ഇസ്രായേലിനോട് പറയുന്നതാണ്, നമ്മളോട് പറയുന്നതൊന്നും വിചാരിക്കരുത് കേട്ടോ, നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശമായ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളെയോ
ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശമായി ആയിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു. ദൈവത്തിന് അവകാശമായ ഒരു ജനതയായി ഭൂമുഖത്ത് ആദ്യമായിട്ട് ദൈവം വേർതിരിച്ചതായിരിക്കുന്ന ഒരു ജനസമൂഹം, ഒരു സമൂഹം എന്നുള്ളത് ഓർക്കണം, ഒരു വ്യക്തിയല്ല, ഒരു സമൂഹം എന്നുള്ളത് ഇസ്രായേൽ എന്നുള്ളതായിരിക്കുന്ന ജനതയാണ്. മൊത്തത്തിൽ അവരെ യഹൂദ ജനത എന്ന് പറയും എന്ന് നമുക്കറിയാമല്ലോ. ആവർത്തന പുസ്തകം തന്നെ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഇസ്രായേലിനോട് പറയുന്നതാണ്, നമ്മളോട് പറയുന്നതല്ല കേട്ടോ. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ആര് വിശുദ്ധ ജനമാകുന്നു എന്ന്? ഇന്നത്തെ സഭയോ? അതൊന്നും അല്ല ഇവിടെ പറയുന്നത്, ഇസ്രായേലിനോടായി പറയുന്നത്. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. എത്ര വ്യക്തമാണ്! ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറവുള്ളവരല്ലോ ആയിരുന്നത്. വലിയൊരു സമൂഹമായതുകൊണ്ടൊന്നുമല്ല അവരെ തിരഞ്ഞെടുത്തത്. അവരൊരു ചെറിയ ഗണമാണ്, ലോക ജനസംഖ്യയിൽ തന്നെ വളരെ ചെറിയൊരു കൂട്ടമാണ്. പക്ഷേ ദൈവം സകല ജാതികളിലും വെച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് അങ്ങനെ ഒരു ജനത്തെ വേർതിരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ തന്നെ 14-ാം അധ്യായം, ആവർത്തന പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എത്ര വ്യക്തമാണ്, എത്ര വ്യക്തമായ വാക്യങ്ങൾ. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ആര്? ഇസ്രായേൽ ജനതയെ. അവർ വിശുദ്ധ ജനമല്ലോ. സകല ജാതികളിലും നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ല. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ദൈവം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ്, ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ജനതയാണ്, ആ ജാതിയാണ്, ആ സമൂഹമാണ് എന്നുള്ളത് തിരിച്ചറിയണം. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ശാശ്വതമായിട്ട് ഒരു ഭൂമിയിൽ നിങ്ങൾക്കൊരു അവകാശം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ശാശ്വത അവകാശമായിട്ട് ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അവകാശം നൽകുമെന്ന് അവരോട് പറഞ്ഞു. അത് അവരോട് പറഞ്ഞതാണ്, നമ്മളോട് പറഞ്ഞതല്ല. ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നിൻ്റെ സന്തതികൾക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ഞാൻ അവർക്കൊരു ദേശം ശാശ്വത അവകാശമായി കൊടുക്കും. ഇന്നത്തെ ഇസ്രായേൽ മാത്രമല്ല, എൻ്റെ അന്നത്തെ ഏരിയ, കർത്താവ് അവരോട് പറഞ്ഞ ഏരിയ വലിയൊരു ഏരിയ കേട്ടോ. ആ ദേശം മുഴുവൻ ഇസ്രായേലിന് സ്വന്തമായിട്ട് ഭൂമിയിൽ കൊടുക്കും എന്ന് അവരോട് പറഞ്ഞു. അതിൻ്റെ തന്നെ ഉൽപ്പത്തി തന്നെ അതിൻ്റെ 48-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 48-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും അത് ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. 48-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ഏത് ദേശം? ഇസ്രായേൽ ദേശം നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്ക് ശാശ്വത അവകാശം. കുറച്ച് നാളത്തേക്കുള്ള അവകാശമല്ല, കുറച്ച് കാലം പാർക്കാനുള്ള അവകാശമല്ല, നിത്യമായിരിക്കുന്ന അവകാശമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന രാജ്യം കൊടുക്കും. 2 കാര്യം മനസ്സിലായോ? ഒന്ന്, ദൈവം തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് തിരഞ്ഞെടുത്തായിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. രണ്ടാമതായിട്ട് അവരോട് പറഞ്ഞത്, ഞാൻ അവർക്ക് ശാശ്വതമായിരിക്കുന്ന ഒരു രാജ്യം കൊടുക്കും. ഇന്നത്തെ ഇസ്രായേൽ രാജ്യം ശാശ്വതമായിട്ട് എന്നേക്കും അവർക്കുള്ളതായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. ഇനി അത് മാത്രവുമല്ല, അവർ യഹോവയുടെ സഭയാണ്, അവരാണ് യഹോവയുടെ സഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരാണ് പഴയ നിയമത്തിലെ സഭ. പഴയ നിയമത്തിലെ സഭ അവരാണ്, ആ ഇസ്രായേൽ ജനതയാണ്. ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാമേ. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും യഹോവയുടെ
സഭ. യഹോവയുടെ സഭയാരാ? ഇസ്രായേലാട്ടോ, നമ്മളല്ല. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വത അവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവിൻ. കണ്ടോ, അവരോട് പറയുന്നത് ഈ ദേശം നിങ്ങൾക്ക് ശാശ്വത അവകാശമായി തരുന്നു. എന്നാൽ ഈ ദേശം നിങ്ങൾക്ക് സ്വന്തമായി അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ദൈവത്തിൻ്റെ ഉപദേശങ്ങളും അനുസരിച്ച് അവർ ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ജനതയായി നിൽക്കണം. അല്ലെങ്കിൽ അവർ കൊടുത്ത ദേശത്ത് നിന്ന് അവരെ പറിച്ചെറിഞ്ഞ് കളയുമെന്ന് പറഞ്ഞു. അനേകം പ്രാവശ്യം പറിച്ചെറിഞ്ഞ് കളഞ്ഞു, നമുക്കറിയാമല്ലോ. അപ്പോൾ അവരെ വിളിച്ചിരിക്കുന്നത് എന്തെന്നാ? യഹോവയുടെ സഭ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനതയെ വിളിച്ചിരിക്കുന്നത് യഹോവയുടെ സഭ എന്ന് വിളിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം അവർക്കൊരു രാജാവിനെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു രാജാവ്. അത് നമ്മൾ വായിക്കുന്നത് ശൗമേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലാണ്. അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ദാവീദിൻ്റെ മകനായ ശലോമോനെക്കുറിച്ച് പറയുന്നതായിട്ടാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ കാണുന്നത്. എന്നാൽ നമുക്കറിയാം ദാവീദിൻ്റെ മകനായ ശലോമോനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ദാവീദിൻ്റെ സന്തതിയായി ജനിപ്പാനിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഈ വാഗ്ദത്തത്തിന് അവകാശി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതൊന്നും ഒരു വ്യാഖ്യാനം കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. ശലോമോൻ മരിച്ചുപോയി, അതൊക്കെ നമുക്കറിയാം. എന്നാൽ എന്നേക്കും ഇരിക്കുന്ന രാജാവ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം നമ്മളവിടെ വായിച്ചത് എങ്ങനെയാണ്? 13-ാം വാക്യം, അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു ആലയം പണിയും. 1000 ആണ്ട് ആലയം നമ്മുടെ കർത്താവ് തന്നെ പണിയും. ഇതെല്ലാം ശലോമോൻ്റെ കാലത്ത് ഒരു ഭാഗികമായിരിക്കുന്ന ഒരു നിവൃത്തീകരണം മാത്രമാണ് സംഭവിച്ചത്. അവൻ എൻ്റെ നാമത്തിൻ്റെ ഒരു ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവർക്ക് എന്നേക്കും എൻ്റെ രാജാവായിരിക്കുന്ന ദാവീദിനെ വാഴിക്കുമെന്നൊക്കെ എസ്കേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനവാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ അതിലേക്കൊന്നും ഒരുപാട് കടന്നു പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു. യഹൂദൻ എന്ന് പറഞ്ഞാൽ സകല ജാതികളിൽ നിന്നും തനിക്ക് വേണ്ടി വേർതിരിച്ചായിരിക്കുന്ന ഒരു പ്രത്യേക ജനതയാണ്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, അവർക്ക് ഒരു ഭൂമി ഇന്നത്തെ ഇസ്രായേൽ നിത്യ അവകാശമായിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. നിത്യാവകാശം ആയിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് അവരാണ് യഹോവയുടെ സഭ എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാലാമത് പറഞ്ഞത് എന്താണ്? അവർക്കൊരു രാജാവിനെ, നിത്യരാജാവിനെ കൊടുക്കും. ഒരു താൽക്കാലിക രാജാവിനെ അല്ല, മരണം കൊണ്ട് നീക്കപ്പെടുന്ന ഒരു രാജാവിനെയല്ല, നിത്യ ഒരു രാജാവിനെ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല അവരോടുള്ളായിരിക്കുന്ന 5-ാമത്തെ ഒരു ഉറപ്പ് എന്താണെന്നറിയാമോ? അവരെല്ലാവരും, അതായത് യഹൂദന്മാർ, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന യഹൂദന്മാരെല്ലാവരും തന്നെ അവരെല്ലാവരും രാജകീയ പുരോഹിത വർഗമായിരിക്കുമെന്നും പറഞ്ഞു. മാത്രമല്ല അവർ രാജാക്കന്മാർക്ക് തുല്യരായിരിക്കുമെന്നും പറഞ്ഞു. അവരാണ് രാജകീയ പുരോഹിത വർഗം കേട്ടോ. പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ വായിക്കുന്ന നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്ന് പത്രോസൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെക്കുറിച്ച് അവരോട് പറയുന്നതാണ്. ഇതൊന്ന് തരംതിരിച്ച് മനസ്സിലാക്കുക. പത്രോസ് ജാതികളായവരോടല്ല ഈ പറയുന്നത്. ഇവിടെ അവർക്ക് നിത്യമായിരിക്കുന്ന രാജ അവകാശം കൊടുക്കുമെന്ന് പറയുന്നു. എവിടെയാ? ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. അവിടെയൊക്കെ കുറേ വാക്യങ്ങൾ വായിക്കാനുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ തൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് കൊടുക്കും. അവിടെ പറയുകയാണ്, പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ആരാ അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനം? ദാനിയേൽ എഴുതുന്ന ആർക്കാ? ജാതികൾക്കാണോ എഴുതുന്നത്? ഇതൊക്കെ എടുത്ത് ഇന്നത്തെ സഭയെ പുകഴ്ത്തി പറഞ്ഞ് പ്രസംഗകർ മടുത്തു പോയോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവിടെ പറയുന്നത്, ദാനിയേലിനോട് പറയുന്നത്, രാജ്യത്വം, സകല മഹത്വവും ആധിപത്യവും അധികാരവും ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്? അത്യുന്നതനായവൻ്റെ ജനത്തിന് ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് ലഭിക്കുമെന്നാണ്. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. എന്നിട്ട് അവിടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു, അവരുടെ ഇടയിലേക്ക് ഒരു രാജാവിനെ അയക്കുമെന്ന് പറഞ്ഞില്ലേ, ആ രാജാവിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് അവരിൽ നിന്ന് ദൈവം തനിക്ക് വിശുദ്ധരായി വേർതിരിക്കുന്നതായിരിക്കുന്ന ഒരു ജനസമൂഹം അവരുടെ രാജകീയ
പുരോഹിത വർഗമാണ്, മാത്രമല്ല അവർക്ക് നിത്യരാജ്യത്വം കൊടുക്കും. ഇതെല്ലാം അവരോട് പറഞ്ഞതാണ്. അവരിനി രാജാക്കന്മാരെ പോലെ ഭൂമിയെ വാഴും കേട്ടോ. അത് എപ്പോഴാണെന്നറിയാവോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അതായത് അവരുടെ രാജാവ് ഈ ലോകത്തെ 1000 ആണ്ട് വാഴുമ്പോൾ ആ രാജാവിനോട് കൂടെ ഈ ലോകത്തെ വാഴുന്നത് ഈ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരായിരിക്കുന്ന ജനമാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരാണ്. അവരാണ് ഈ ലോകത്തെ 1000 ആണ്ട് വാഴുന്നത്. ഇതൊന്നും തിരിച്ചറിയാതെ നാം എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു. ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. മറക്കരുത് ഇത് പഠിച്ചെങ്കിൽ ഈ സഭ മണവാട്ടിയാണോ അല്ല സഭ ശരീരമാണോ എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലാകുകയുള്ളൂ. ഇത് പഠിച്ചു വരണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്നാൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? എന്നാൽ യഹോവയുടെ ഈ സഭയും ദാവീദിനോട് ചെയ്ത ഉടമ്പടിയും കാലാകാലങ്ങളായിട്ട് ഇടിഞ്ഞുപോയി. അതായത് യഹോവയുടെ ഈ സഭയും ദാവീദിനോട് ചെയ്ത ഉടമ്പടിയും കാലാകാലങ്ങളായിട്ട് ഇടിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് ഇടിഞ്ഞു പോയെന്നറിയാവോ? ഇവർ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ഭൂമിയിൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കും ദൈവത്തിന് യോഗ്യമാണോ ജീവിക്കണം. ജീവിച്ചില്ല എങ്കിൽ ദൈവം അവരെ ആ ദേശത്ത് നിന്ന് ഓടിച്ച് കളയും. ജാതികൾ നിങ്ങളുടെ അവകാശം ജാതികൾ കൈവശമാക്കും. അവർ നിങ്ങളുടെ രാജ്യത്തു നിന്ന് ദൂരെ രാജ്യത്തേക്ക് അകറ്റും എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് സംഭവിച്ചു. ഈ ജനത പല ആവർത്തി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് രാജാക്കന്മാരില്ലാതെയായി. ഈ ഉടമ്പടി ദാവീദിനോട് ചെയ്തായിരിക്കുന്ന രാജകീയ ഉടമ്പടിയും അതുപോലെ തന്നെ അവരോട് ചെയ്ത ഈ അബ്രഹാം മുതലുള്ളായിരിക്കുന്ന പിതാക്കന്മാരോട് ചെയ്തായിരിക്കുന്ന രാജ്യമെന്ന ഉടമ്പടിയൊക്കെ അവർക്ക് പല ആവർത്തി നഷ്ടപ്പെടുകയും അവർ തകർന്നു പോവുകയും ചെയ്തു. കാരണം എന്താണെന്നറിയാമോ? അവരുടെ അവകാശം ആര് ഉറപ്പിക്കണമായിരുന്നു? യഥാർത്ഥ മശിഹ വന്ന് ഉറപ്പിക്കണമായിരുന്നു. ആ മശിഹ വന്ന് ഉറപ്പിക്കുന്നത് വരെയും അവരുടെ രാജ്യത്ത് നിലനിൽക്കുകയില്ല, അവരുടെ രാജ്യം നിലനിൽക്കുകയില്ല. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ വായിക്കുന്നത്. അധികാരമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകൾക്കിടയിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം 49:10 നമ്മൾ വായിക്കുന്നു. അധികാരമുള്ളവൻ വരുവോളം ചെങ്കോല് യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകൾക്കിടയിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. അങ്ങനെ അവരുടെ രാജ്യം പല സന്ദർഭങ്ങളിലും അവർക്ക് അന്യാധീനപ്പെട്ടു പോയി. അത് ഇടിഞ്ഞുപോയി. പിന്നെ യഹോവയുടെ സഭ ഇടിഞ്ഞുപോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ആ ഇടിഞ്ഞു പോയതിനെ നന്നാക്കാനാട്ടോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ വാഗ്ദത്തങ്ങൾ, രാജകീയ പദവികൾ, അല്ലെങ്കിൽ അവർക്ക് രാജാവിനെ കൊടുക്കുമെന്ന് പറഞ്ഞത് അവർ ദൈവത്തിൻ്റെ സഭയാണെന്നുള്ളതായിരിക്കുന്ന ആ സ്ഥിതിയെല്ലാം വിട്ട് അവർ ഇടിഞ്ഞു പോയി എന്നുള്ളൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു ഇങ്ങനെ: അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാവുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഇതെന്ത് പ്രവചനമെന്നറിയാമോ? ഇസ്രായേൽ വീണ്ടും തിരിച്ചു വരികയും അവർ പുഷ്ടി പ്രാപിക്കുകയും ഞാൻ അവരുടെ ആ ഇടിവുകളെ നന്നാക്കുകയും ഇടിഞ്ഞു പോയതായിരിക്കുന്ന ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ വീണ്ടും പുതുക്കി പണിയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അവരുടെ വാഗ്ദത്ത മശിഹ വരുമ്പോൾ ഈ ഇടിവുകളൊക്കെയും കേടുപോക്കി ഞാൻ നന്നാക്കും എന്ന് പറയുകയാണ്. അതിനാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് കേട്ടോ. നമ്മുടെ കർത്താവ് മനുഷ്യനായി ജനിച്ചത് യഹൂദന്മാരുടെ രാജാവായിട്ടല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, യഹൂദന്മാരുടെ രാജാവായിട്ടാണ് പിറന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. നമ്മൾക്ക് വേണ്ടി ജനിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ കർത്താവിൻ്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറഞ്ഞത് വീണുപോയ ദാവീദിൻ്റെ കൂടാരത്തെ നിവർത്തുക, ആ വീണുപോയ ദാവീദിൻ്റെ സഭയെ പണിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞത് ആ ദാവീദിൻ്റെ, അതായത് പിന്നെ സകല ജാതികളിൽ നിന്നും ദൈവത്തിൻ്റെ സഭയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ എന്ന ആ യഹൂദ ജനത്തിൻ്റെ സഭയെ ഞാൻ പണിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഈ ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ചതായിരിക്കുന്ന ഈ വാക്യം യാക്കോബ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ യാക്കോബ് ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യാക്കോബ് പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 13-ലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്:
അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പൗലോസും ബർന്നബാസൊക്കെ ചെന്ന് ജാതികൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പം ഈ യാക്കോബൊക്കെ വിചാരിച്ചതെന്നറിയാവോ, ഈ ജാതികൾ രക്ഷിക്കപ്പെടുന്നത് പണ്ടേ എഴുതിയിട്ടുണ്ട്, ആ പരിപാടി ആയിരിക്കും ഈ പരിപാടി എന്ന് ഓർത്തിട്ടാണ് യാക്കോബോട് പറയുന്നത്. പക്ഷേ ആ പരിപാടി അല്ല ഈ പരിപാടി. അത് പണ്ട് തൊട്ടേ പ്രവാചകന്മാർ മുഖാന്തരമേ ജാതികൾ രക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ജാതികൾ യഹൂദന്മാരോട് ചേരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട്? അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പൗലോസും ബർന്നബാസും ചെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷവും അവർ രക്ഷപ്പെടുന്ന കാര്യവും പറഞ്ഞപ്പോൾ യാക്കോബ് തെറ്റിദ്ധരിച്ചാണ്. യാക്കോബ് വിചാരിച്ചു, ഇതാണ് അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞായിരിക്കുന്ന പദ്ധതി, ഇതാണല്ലേ പ്രവാചകന്മാരിൽ ജാതികൾ നിൻ്റെ ജനത്തോടു കൂടെ സന്തോഷിക്കുന്നൊക്കെ പറഞ്ഞത് ഇതാണല്ലേ എന്ന് വിചാരിച്ചിട്ട് യാക്കോബ്, യെരുശലേമിലെ സഭയിലെ യാക്കോബ് എഴുന്നേറ്റെന്ന് പറയുകയാണ്. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. എൻ്റെ ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകവാക്യങ്ങളും ഒക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശീമോൻ വിവരിച്ചത് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയി അവിടെ ജാതികൾ യഹൂദ അനുസാരികളായി യഹൂദ ബന്ധത്തിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യമാണ്. എന്നാൽ അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞ കാര്യമാണ്. അവർ ഈ യഹൂദ ജനതയെ രക്ഷിക്കാനായി കർത്താവായ യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ അവരിലേക്ക് ആ യഹൂദ മതത്തോട് ചേർന്ന് അനേക ജാതികൾ നീതീകരിക്കപ്പെടണം, ജാതികൾ അവൻ്റെ ജനത്തോടു കൂടെ സന്തോഷിക്കണം. ഇതൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷെ പൗലോസും ബർന്നബാസും പറയുന്നത് ഈ കാര്യമല്ല. പൗലോസും ബർന്നബാസും പറയുന്നത് എന്താണെന്നറിയാവോ, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന രഹസ്യമാണ്. അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന രഹസ്യമാണ്. ആ പദ്ധതിയാണ് പൗലോസിലൂടെ വെളിപ്പെടുത്തിയത്. പക്ഷേ ഇത് പൗലോസും ബർന്നബാസും വിവരിച്ചപ്പോൾ യാക്കോബും പത്രോസും ഒക്കെ ധരിച്ചത് എന്താ അറിയാവോ, ഇതായിരിക്കും കാര്യം, ഇതായിരിക്കും ജാതികളിൽ നിന്നുള്ള രക്ഷ എന്നുള്ളത് അവർ വിചാരിച്ചു. പക്ഷേ അത് പദ്ധതി വേറെയാണ്, അതല്ല കാര്യം. എന്നിട്ട് അവിടെ യാക്കോബ് അതിനെക്കുറിച്ച് താഴെ വിവരിച്ച് പറയാണ്, ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അനന്തരം എന്നിട്ടൊരു പഴയ നിയമ വാക്യം, ഏതാ വാക്യം എന്നറിയാമോ? ഞാനിപ്പോൾ വായിച്ചില്ലേ, ആമോസിൻ്റെ പുസ്തകം 9 അധ്യായത്തിൻ്റെ 11-12 വാക്യം. ആ വാക്യം ഇവിടെ യാക്കോബ് ഉദ്ധരിക്കുകയാണ്. അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവർ എന്നെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് ജാതികൾ അവരോട് ചേർന്ന് രക്ഷപ്പെടണം. അത് ദൈവം അബ്രഹാം മുതലേ കൊടുത്ത പരിപാടിയാണ്. അതിൻ്റെ തുടക്കമായിരുന്നു പത്രോസിലൂടെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ തുറന്നായിരിക്കുന്ന വാതിൽ. അത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകണമായിരുന്നു. അങ്ങനെ അവർ മുമ്പോട്ട് പോയി 1000 ആണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ അനേക ജാതികളും ഒഴുകി വരുമായിരുന്നു യെരുശലേമിലേക്ക്. അനേക ജാതികളും വന്ന് ദൈവം നിങ്ങളോട് കൂടെ മാത്രമേ ഉള്ളൂ, ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരുന്നുവെന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് യെരുശലേമിലേക്ക് പോവുകയും അനേക ജാതികളെ യഹൂദ മതാനുസരികളായി തിരികുകയും ചെയ്യുമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ പ്രോഗ്രാം താൽക്കാലികമായിട്ട് നിർത്തിക്കളഞ്ഞു ദൈവം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാനത് തുടർന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിർത്തിക്കളഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെയും 12 അപ്പോസ്തലന്മാരെയും ഈ ജനത തള്ളിക്കളഞ്ഞെന്നേ. ഈ യഹൂദന്മാരായിരിക്കുന്ന ജനത അവരുടെ മത നേതാക്കന്മാർ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം ആ പദ്ധതി താൽക്കാലികമായി ഹോൾഡ് ചെയ്തിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന മഹാരഹസ്യത്തിൻ്റെ കലവറ തുറന്നത്. ഈ കൃപായുഗ വിശ്വാസികൾ, ഇന്നത്തെ സഭ എന്ന് പറയുന്ന സഭ, ഈ പറയുന്നതായിരിക്കുന്ന പഴയ നിയമ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതായിരിക്കുന്ന ആ പ്രവചന നിവൃത്തിയായ ജാതികളുടെ രക്ഷയല്ല. പക്ഷേ ഇവിടെ യാക്കോബ് ഉദ്ദേശിച്ചത് അതാണെന്നാണ്. എന്നിട്ട് യാക്കോബ് പറയുകയാണ്, അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും നിവർക്കും എന്ന് പറഞ്ഞത് ഇതാണെന്നൊക്കെ യാക്കോബ് അങ്ങ് വിചാരിച്ചു, അങ്ങനെ അങ്ങ് പറഞ്ഞു. എന്നാൽ അതല്ല സത്യം. പൗലോസിനെ വിളിച്ചത് വേറൊരു കാര്യമാണ് എന്നുള്ളതൊക്കെ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിന് കണ്ടിന്യൂഷനായിട്ട് ഞാനത് തുടർന്നും പറയുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഈ പറയുന്നതായിരിക്കുന്ന ദാവീദിൻ്റെ കൂടാരം വീണുപോയി, അതായത് യഹോവയുടെ സഭ വീണുപോയി. ആ സഭയെ ഞാൻ വീണ്ടും പണിയുമെന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. അല്ലാതെ പുതിയ നിയമസഭയെ ബോഡി ഓഫ് ക്രിയേഷനെ പണിയുമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഇത് തരം തിരിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. ദൈവവചനം പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉള്ളതുപോലെ പഠിക്കാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാതെ നിങ്ങളുടെ ദൈവവചന പഠനം പൂർത്തിയാകുകയില്ല എന്ന് ഞാനിന്ന് വളരെ നിർബന്ധപൂർവ്വം നിങ്ങളോട് പറയുന്നു. നിങ്ങളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരുവിധം അവിയൽ പരുവത്തിലാക്കി അതാണോ ശരി, ഇതാണോ ശരി, പഴയ നിയമമാണോ നമുക്ക്, പുതിയ നിയമമാണോ നമുക്ക്, കർത്താവ് പറഞ്ഞാണോ നമ്മളോട്
നമ്മളോടുള്ള ഉപദേശം, അല്ല പൗലോസ് പറഞ്ഞതാണോ, അല്ല 12 അപ്പോസ്തലന്മാരുടെ ഉപദേശമാണോ, നമുക്ക് ഇതൊന്നും തിരിച്ചറിയാതെ തരംതിരിക്കാതെ ഈ വചനങ്ങളെ പഠിച്ചിട്ട് എല്ലാവരും ഒരുവിധം വശം കെട്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് തിരിച്ചറിയുക. അത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ പദ്ധതി. യഹൂദനെ തിരഞ്ഞെടുത്ത് ഒരു ജനതയായി, ഒരു സഭയായി, ഒരു രാജ്യമായി, ഒരു രാജാവായി അവരെ നിലനിർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ പദ്ധതി. അതിൻ്റെ രാജാവായിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. യഹൂദന്മാരുടെ രാജാവായിട്ട് വന്നവനായിരിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് വന്നത് എന്നുള്ളത് മറിയയുടെ അടുക്കൽ ചെന്ന ദൂതൻ മറിയ ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പണ്ടേ വാഗ്ദത്തം ചെയ്ത രാജാവാണ് നിന്നിൽ ജനിക്കാനിരിക്കുന്നത് എന്ന് മറിയയോട് പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 33 വരെയാണ്. ലൂക്കോസ് 1-ാം അധ്യായം 30 മുതൽ 33 വരെ. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. എത്ര വ്യക്തമാണ്! കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ലോകത്തിന് ജാതികളുടെ രാജാവായിരിക്കുന്നതാണോ പറഞ്ഞേ? ആണോ? നിങ്ങൾ പറ. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയുമില്ല എന്ന് പറഞ്ഞു. നോക്കിയേ, അവൻ യാക്കോബ് ഗ്രഹത്തിൻ്റെ രാജാവായിട്ട് വന്നവനാണ് എന്ന് പറഞ്ഞ ദാവീദിനോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ നിവൃത്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയുക. അത് അറിഞ്ഞിട്ടാണ് കുരുടന്മാരൊക്കെ കർത്താവിനെ വിളിച്ചത്, യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ, യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. ദാവീദിൻ്റെ മകനായി ഒരു നിത്യരാജാവ് അവർക്കുണ്ടാകും എന്നുള്ളത് അവരുടെ വാഗ്ദത്തമാണ്. നമ്മൾ യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ നീതിയോടെ ന്യായപാലനം നടത്തും എന്നൊക്കെ വായിക്കുന്നില്ലേ? അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആ യേശുക്രിസ്തു വന്നത് എന്തിനാണെന്നറിയാമോ? ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ, അഥവാ ഇസ്രായേൽ സഭയെ വീണ്ടും പണിയാനാണ്, വീണ്ടും നിവർത്താനാണ്. ഇത് മനസ്സിലാക്കുക. ഈ സഭയെ വിളിച്ചിരിക്കുന്ന പേരെന്താണെന്നറിയാവോ? ആ സഭയാണ് മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്നത്. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരട്ടെ. ആ വാക്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കേട്ടോ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി ആരാ, ക്രിസ്തുവിൻ്റെ ഭാര്യ ആരാ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. അതായത് ഹോശിയ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായത്തിന് ഹോശിയ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യം. 2-ാം അധ്യായം 19-ഉം 20-ഉം വാക്യം. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ നിന്നെ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? ഈ ഹോശിയ പ്രവചനം എല്ലാം വായിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. അതിൻ്റെ 2-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇസ്രായേലാകുന്നു എന്ന് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹോശിയാവിനോട് ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതും ആ സ്ത്രീ പിന്നെ ഹോശിയാവിനെ ഇട്ടിട്ട് പോയതും ഇത് ഇസ്രായേലാവുന്നു. അവൾ എന്നെ വിട്ട് പരസംഗം ചെയ്തു, അവൾ പിന്മാറിപ്പോയി, ഞാൻ അതുകൊണ്ട് അവളെ നശിപ്പിച്ച് കളയും എന്നൊക്കെ പറയുന്നതൊക്കെ കാര്യങ്ങളാണ്. എന്നിട്ട് ഇവിടെ ഈ പറയുകയാണ് 2-ാം അധ്യായത്തിൻ്റെ ഈ വാക്യങ്ങളിൽ മേലെ വാക്യങ്ങളെല്ലാം പറയുകയാണ്, ഞാൻ ഇനി ഒരു കാലത്ത്, ഇന്ന് ഞാൻ ഉപേക്ഷിച്ചവളാണെങ്കിലും ഇനി ഒരു കാലത്ത് ഞാൻ അവളോട് കരുണ കാണിക്കും, അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും, അവൾക്ക് ഞാൻ ആഗോർ താഴ്വരയെ കൊടുക്കും, അവൾക്ക് ഞാൻ അത്തിവൃക്ഷങ്ങളെയും ഫലവത്തായിരിക്കുന്ന കുന്നുകളെയും ഞാൻ കൊടുക്കും, ഇങ്ങനെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ കൊടുക്കും. അന്ന് അവൾ എന്നെ വിളിക്കും ബാലി എന്ന് വിളിക്കും, ഉടയവനെ, ബാലി എന്നല്ല, അന്ന് അവൾ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കും. അവളെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലാ. ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും, ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ 1000 ആണ്ടിൽ അവരോട് കരുണ കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു പ്രവചനം പറയുന്നത് ഇത്. അത് മനസ്സിലാക്കണേ. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. 1000 ആണ്ടിലെ കാര്യം ഈ പറയുന്നത്. 1000 ആണ്ട് വാഴ്ച കർത്താവിൻ്റെ. നീക്കിക്കളയും, അവരെ നിർഭയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും, ഇത് ശ്രദ്ധിക്കണം, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അപ്പോൾ ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണോ കർത്താവിൻ്റെ ഭാര്യ? ആണോ? ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണോ കർത്താവിൻ്റെ മണവാട്ടി? ഇവിടെ എന്താ പറയുന്നത്?
ഞാൻ നിന്നെ സദാകാലത്തേക്ക്, ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. നോക്കി എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ആരാ മണവാട്ടി, ആരാ ഭാര്യ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പില്ലേ, യഹൂദൻ, ഇസ്രായേൽ, അവരാ മണവാട്ടി, അവരാ ഭാര്യ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം തിരുവെഴുത്ത് പഠിക്കാൻ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, നീ ക്രിസ്തു ആണോന്ന് യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചു. വാക്യം ഏതാണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 29-30 വാക്യം. നീ ക്രിസ്തു ആണോ, നീ ആ പ്രവാചകനാണോ, ഇതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ക്രിസ്തു അല്ല എന്ന് യോഹന്നാൻ സ്നാപകൻ സ്പഷ്ടമായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് യോഹന്നാൻ സ്നാപകൻ ഒരു സാക്ഷ്യം പറഞ്ഞതെന്നറിയാമോ? മണവാട്ടി ഉള്ളവൻ മണവാളനാവുന്നു. ഈ കർത്താവ് വന്നതേ എന്തിനാ അറിയാവോ? പണ്ടേ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ മണവാട്ടിയെ വേൽക്കാനാണ്, ആ മണവാട്ടിയെ സ്വീകരിക്കാനാണ് വന്നത്. അതുകൊണ്ടൊക്കെ ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ മണവാട്ടി അത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് വന്നത്, യഹൂദന്മാരുടെ രാജാവായിട്ടാണ് വന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഇസ്രായേലിനെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന മണവാട്ടിയുള്ളവൻ, അതായത് ഇസ്രായേലാണ് മണവാട്ടി, ആ മണവാട്ടിയുള്ളവനാണ് മണവാളൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് മണവാളൻ. ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം യോഹന്നാൻ സ്നാപകൻ പഴയ നിയമ പ്രവാചകനാണ്. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ പ്രവചിച്ചു എന്ന് കർത്താവ് തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ മണവാളന് വേണ്ടി ഒരുക്കിയ മണവാട്ടിയെ സ്വീകരിക്കാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഭൂമിയിലേക്ക് വരുന്നത്, ഒലിവുമലയിലേക്ക് വരുന്നത്. ആ മണവാളന് വേണ്ടി ഒരുക്കിയ മണവാട്ടിയായ യഹൂദ ജനതയെ സ്വീകരിക്കാൻ, യഹൂദന്മാരെ സ്വീകരിച്ച് 1000 ആണ്ട് വാഴ്ച നടത്താൻ നമ്മുടെ കർത്താവ് വരുന്നത്. ആ സമൂഹത്തെയാണ് മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടി എന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഞാൻ വായിക്കാവേ. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ഈ വെളിപ്പാട് പുസ്തകം യഹൂദ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. അത് മനസ്സിലാക്കണം. യഹൂദന്മാരുടെ രാജ്യത്വമാണ് നമ്മുടെ കർത്താവ് ഏറ്റത്. അവനാണ് പണ്ട് ദാവീദിലൂടെ വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജാവ്. ആ രാജാവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, കുഞ്ഞാടിൻ്റെ കല്യാണം. ഇതൊക്കെ എടുത്ത് സഭയെ കല്യാണം കഴിക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട്, ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയെ കല്യാണം കഴിക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഘോരം പ്രസംഗം നടക്കുന്നതേ. അത് മനസ്സിലാക്കണം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ ഈ എന്താണ് മണവാട്ടി, ഈ വിവാഹം കഴിക്കാൻ പോകുന്നതായിരിക്കുന്ന ഭാര്യ വിശേഷ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഈ വിശേഷ വസ്ത്രം നീതിപ്രവൃത്തികളാണ്, വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണ്. എൻ്റെ ദൈവജനമേ, നമ്മളാരെങ്കിലും നീതിപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ? നമ്മളുടെ നീതിപ്രവൃത്തിയാണോ നമുക്ക് രക്ഷയ്ക്ക് ആധാരം? എന്നാൽ യഹൂദന് നീതിപ്രവൃത്തികൾ വേണം. ആ നീതിപ്രവൃത്തികളാണ് തൻ്റെ കാന്തയുടെ വിശേഷ വസ്ത്രം എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുക്കിയ കാന്തയെ വേളി കഴിക്കാനായിട്ട് കർത്താവ് വരുന്നതായിരിക്കുന്ന വരവാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആ കർത്താവ് വന്നപ്പോൾ മുതലായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരും ആ കൂടെ ഉണ്ടായിരിക്കുന്ന ചെറിയ കൂട്ടവും, ലിറ്റിൽ ഫ്ലോക്ക്, ആ ചെറിയ കൂട്ടവും മഹാപീഡന കാലത്ത് 666 മുദ്രയേൽക്കാതെ കർത്താവിന് വേണ്ടി ജീവത്യാഗം ചെയ്തായിരിക്കുന്ന യഹൂദന്മാരും വിശുദ്ധന്മാരും ഒക്കെയാണ് ഈ പറയുന്നതായിരിക്കുന്ന മണവാട്ടി സഭ എന്ന് പറയുന്ന. അവരെ വേളി കഴിക്കാനായിട്ടാണ് നമ്മുടെ കർത്താവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മണവാളൻ അവർക്ക് വേണ്ടിയിട്ടൊരു മണിയറ തീർത്തിട്ടാണ് വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ
വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കേണ്ട ഞാൻ വീണ്ടും വരും എന്ന് കർത്താവ് പറയുന്ന കാര്യം അറിയാലോ. ആർക്ക് വേണ്ടി? യഹൂദന്മാരുടെ വിവാഹ നിയമം നിങ്ങൾക്കറിയാമോ? പഴയ കാലത്ത് ഞാനതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. യഹൂദന്മാരുടെ വിവാഹ നിയമം എന്ന് പറഞ്ഞാൽ മണവാളന് ഒരുത്തൻ ഒരു കന്യകയെ വിവാഹം കഴിക്കണമെങ്കിൽ അവന് സ്വന്തമായിട്ട് അവൻ്റെ പേരിൽ അവൻ്റെ അധികാരത്തിൽ സ്വന്തമായിട്ട് ഒരു ഭവനം വേണം. ഭവനം ഉണ്ടെങ്കിലേ അവന് വിവാഹം കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതാണ് ഒന്നാമത് വന്നപ്പോൾ നമ്മുടെ കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയ ശേഷം വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന് പറഞ്ഞത് അതാണ്. ആ മണിയറയാണ്. ആ മണിയറയെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് കുഞ്ഞാടിൻ്റെ കാന്ത എന്ന, കുഞ്ഞാടിൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമെന്ന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം 21 അധ്യായത്തിൻ്റെ വെളിപ്പാട് 21 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ ഇങ്ങനെയല്ല വായിക്കുന്നത്. നോക്കിക്കേ, അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്നു. 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്നു എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ കാണിച്ചു കൊടുത്തേ? അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. നോക്കിക്കേ, വിശുദ്ധ നഗരം ദൈവം അവർക്ക് വേണ്ടി പണിയെന്ന് പറഞ്ഞായിരിക്കുന്ന, ആ തൻ്റെ മണവാട്ടിക്ക് വേണ്ടി പണി കഴിപ്പിക്കുമെന്ന് പറഞ്ഞായിരിക്കുന്ന ആ ഭവനമാണ്. സ്വർഗത്തിൽ പണി കഴിച്ച് പൂർത്തിയായി കഴിയുമ്പോൾ കർത്താവ് തൻ്റെ മണവാട്ടിയെ വേളി കഴിക്കുകയും ആ മണവാളൻ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ആ മണിയറയിലേക്ക്, അതായത് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഈ പറയുന്നതായിരിക്കുന്ന സ്വർഗീയ പട്ടണത്തിലേക്ക്, തൻ്റെ മണിയറയിലേക്ക് തൻ്റെ കന്യകയായിരിക്കുന്ന തൻ്റെ വധുവിനെ കൂട്ടി ആ മണിയറയിൽ കർത്താവ് സന്തോഷിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ യഹൂദന്മാരെക്കുറിച്ചുള്ളായിരിക്കുന്ന ആകമാന പാഠം. അത് മനസ്സിലാക്കുക. ദൈവം, അതായത് ഇസ്രായേലിയ കർത്താവിൻ്റെ 1ാം വരവിലെ കർത്താവ് ആ യഹൂദന്മാരെ 12 അപ്പോസ്തലന്മാരെ നിയമിച്ച് സുവിശേഷം പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞു. സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കാൻ പോകുന്നു. ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നിങ്ങൾ കാത്തിരുന്ന രാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. അതിലേക്ക് കടക്കാൻ പോകുന്നു, ഒരുങ്ങിക്കൊള്ളുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങി വന്നവനായിരിക്കുന്ന കർത്താവിനെയും അവർ തള്ളിക്കളഞ്ഞു, അപ്പോസ്തലന്മാരെയും തള്ളിക്കളഞ്ഞു, പിതാവിനെയും തള്ളിക്കളഞ്ഞു, പുത്രനെയും തള്ളിക്കളഞ്ഞു, പരിശുദ്ധാത്മാവിനെ അവർ തേച്ച് കഴിഞ്ഞപ്പോൾ ദൈവം താൽക്കാലികമായിട്ട് ആ പദ്ധതി ഹോൾഡ് ചെയ്തു. അല്ലെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മുമ്പോട്ട് പോയി 1000 ആണ്ട് മഹാപീഡനവും കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുമായിരുന്നു. ആ 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിച്ച് അതിലേക്ക് മണിയറ ഇറങ്ങി വരുമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ 1ാമത്തെ തിരഞ്ഞെടുപ്പായ യഹൂദൻ എന്ന പദ്ധതി അങ്ങനെ അനസ്യൂതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. എന്നാൽ നമുക്കറിയാം, ഇവർ കർത്താവിനെയും അപ്പോസ്തലന്മാരെയും എല്ലാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ താൽക്കാലികമായി യഹൂദൻ എന്ന പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു. താൽക്കാലികമായി. കാരണം ഇത് എന്നേക്കും മാറ്റിക്കളയാൻ പറ്റുകയില്ല. ഇത് നിവൃത്തിയാകണം. ഇത് പിതാക്കന്മാരുടെ അരുളി ചെയ്ത വാഗ്ദത്തമാണ്. ഇത് നിവൃത്തിയാകണം. താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ നടുവിലേക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ കൃപായുഗം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം തുറന്നു. അതാണ് ലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയുന്നതായിരിക്കുന്ന എന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്, ഈ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി എന്നൊക്കെ പറയുന്നത് ആ സ്വർഗീയ ഭവനത്തെയാണ്, സ്വർഗീയ പട്ടണത്തെയാണ്. അത് ഭൂമിയിലേക്ക് 1000 ആണ്ടിലേക്ക് ഇറങ്ങി വരുന്നു. ഇനി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, അതിൻ്റെ 12 അടിസ്ഥാനങ്ങൾ ആരുടെ പേരിലാണ്? ജാതികളും അടക്കം ചേരുന്നതായിരിക്കുന്ന ഈ പറയുന്നതായിരിക്കുന്ന നമ്മുടെ, അതായത് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ പുത്തനെരിശിലെയും പണി കഴിപ്പിച്ചതെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ പേരിൽ ഒരു അഡ്രസ്സിൽ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി സൂചിപ്പിച്ച് കൂടായിരുന്നു? അവിടെ പറഞ്ഞത് 12 അടിസ്ഥാനങ്ങൾ ആരുടെ പേരിലാണെന്ന് പറഞ്ഞ് 12 ഗോത്രപിതാക്കന്മാരുടെ പേരിൽ. 12 ഗോത്രപിതാക്കന്മാർ നമ്മുടെയാണോ? അതിൻ്റെ 12 ഗോപുരങ്ങളിൽ 12 പേരുകൾ എഴുതിയിട്ടുണ്ട്. അത് ആരുടെ പേരിലാണ്? 12 അപ്പോസ്തലന്മാരുടെ പേരിൽ. 12 അപ്പോസ്തലന്മാർ നമ്മുടെ അപ്പോസ്തലന്മാരാണോ? അത് സ്വർഗരാജ്യത്തിൻ്റെ അപ്പോസ്തലന്മാരാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആ പദ്ധതിയാണ് കർത്താവ്, അതിനുവേണ്ട കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഇത് മനസ്സിലാക്കാതെ മണവാട്ടി ആരാ, സഭയെ ശിരസിൻ്റെ കീഴിലുള്ളായിരിക്കുന്ന ശരീരമായ സഭ ഏതാ, മണവാട്ടി സഭ ഏതാ, ഇത് തിരിച്ചറിയാതെ എന്തൊക്കെയോ പഠിപ്പിക്കുന്ന ലോകത്തോട് എനിക്ക് വളരെ സഹതാപം തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക.
നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു 1000 ആണ്ട് വാഴുന്നത് അവരോട് കൂടെയാണ്. ആരോടുകൂടെ? തൻ്റെ മണവാട്ടിയോടുകൂടെയാണ് 1000 ആണ്ട് വാഴുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഏതാ ശ്രേഷ്ഠം? നിങ്ങൾ പറയണം. ഭാര്യയാണോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്നതാണോ, അതല്ല സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുന്നതാണോ ശ്രേഷ്ഠമെന്നാണ് ഞാനിതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ 1-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. ഏതാണ് മണവാട്ടിയായ സഭ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മണവാട്ടിയായ സഭ ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കാണും ഈ വീഡിയോ കേട്ടിട്ട് അത് യഹൂദനെന്ന സഭയാണ്, അതാ യഹോവയുടെ സഭ എന്ന് പറയുന്നത്. ആ സഭയാണ് വീണ് പോയത്. ആ സഭയെ വീണ്ടും നിവർക്കാൻ, വീണ്ടും പണിയാൻ നമ്മുടെ കർത്താവ് വന്നത്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞ പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ലെന്ന് പറഞ്ഞ്. അതല്ല പൗലോസിന് വെളിപ്പെട്ട സഭ. പൗലോസിന് വെളിപ്പെട്ടത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന സഭയാണെന്നേ. അത് അനാദി കാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന രഹസ്യമാണെന്നേ. അത് പൗലോസിലൂടെ ലോകത്തിന് ആദ്യമായി വെളിപ്പെട്ട മഹാമർമ്മമാണെന്നേ, മഹാരഹസ്യമാണെന്നേ. ആ സഭയെ പൗലോസ് വിളിച്ചിരിക്കുന്നത് ശരീരമാകുന്ന സഭയെന്നാണ്. അത് ശരീരമാകുന്ന സഭയാണ്, അല്ലാതെ അത് മണവാട്ടിയാകുന്ന സഭയല്ലത്. പൗലോസ് എവിടെയും മണവാട്ടിയാകുന്ന സഭ എന്ന് പറഞ്ഞിട്ടില്ല. ഞാനതിനെക്കുറിച്ച് ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നുണ്ട്, ശരീരമാകുന്ന സഭ. ഇപ്പം ഞാൻ മണവാട്ടിയാകുന്ന സഭ ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ സഭയ്ക്ക് കൊടുത്ത പ്രോമിസ്, ഉറപ്പുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലോ ഇല്ലേ? ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് ശരീരമാകുന്ന സഭ, ഇതിൻ്റെ കൂടെ തന്നെ ഇടും. നിങ്ങളിതൊന്ന് ശ്രദ്ധയോടെ കേട്ടിട്ട് നിങ്ങൾ അവസാനം നിങ്ങൾ വിധി എഴുതിക്കോ, ഇതിലേതാണ് നമ്മൾ എന്ന് നിങ്ങൾ വിധി എഴുതിക്കോ. അപ്പോൾ ഇപ്പോൾ ശരീരമാകുന്ന സഭയുടെ പണി എന്നാരംഭിച്ചു? അബ്രഹാമിനെ വിളിച്ച കാലം മുതൽ ആരംഭിച്ചു. എന്ന് പൂർത്തീകരിക്കപ്പെടും? പുത്തൻ യെരൂശലേമിൽ അത് പൂർത്തീകരിക്കപ്പെടും. പുത്തൻ യെരൂശലേമിൽ അതുവരെ നടക്കും. എന്നാൽ ഈ കാലത്ത് ആ പദ്ധതി ഇല്ല. ഈ കാലത്ത് ആ പദ്ധതി സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഈ മണവാട്ടിയാകുന്ന സഭയുടെ അല്ലെങ്കിൽ യഹൂദൻ്റെ പദ്ധതി ഇന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഇന്ന് ഓടുന്നത് എന്താണെന്നറിയാം? മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കൃപായുഗ. ഇത് പൗലോസിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന കൃപയുടെ കാലഘട്ടമാണ്. ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സഭ എന്ന് പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക. ഇതിൻ്റെ 1-ാം ഭാഗം ശരീരമാകുന്ന സഭ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനിയും ഇതിനെക്കുറിച്ച് 2 വീഡിയോകൾ കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടുന്ന സഭ ശരീരമായ സഭയാണോ, അതല്ല മണവാട്ടിയായ സഭയാണോ ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടുന്നതെന്ന് വരെ ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.